കാശ്മീർ 10 വർഷത്തിന് ശേഷം അധികാരമേൽക്കുമ്പോൾ UDF വലിയ രീതിയിലുള്ള ആഘോഷമാക്കി മാറ്റാനാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ തീരുമാനിച്ചിരിക്കുന്നത്. 18-ന് നഗരത്തിൽ അതീവ സുരക്ഷയാണ് സിറ്റി പോലീസ് കമ്മീഷണർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ ഗതാഗത നിയന്ത്രണമുണ്ട്. ഒപ്പം പ്രത്യേകം പാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുവാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വാഹനങ്ങൾ പോലും പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക ക്രമീകരണം ഒരുക്കി വേണ്ടി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. രാവിലെ 9 മണിക്ക് അദ്ദേഹം എത്തി 11 മണിയോടുകൂടി തിരികെ മടങ്ങും പ്രത്യേക വിമാനത്തിൽ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും അതുപോലെ മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. ഇത്രയും VIP-കളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത് എന്നുള്ളതാണ്. BJP പ്രതിനിധികൾ ഉൾപ്പെടെ അതായത് രാജീവ് ചന്ദ്രശേഖർ അടക്കം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നത് വിവരം. എന്തായാലും വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. ഒപ്പം പ്രാദേശിക മേഖലകളിൽ അടക്കം ഈ പായസ വിതരണവും ലഡു വിതരണവും ഒക്കെ നടത്തി ആ സമയത്ത് വലിയ ആഘോഷമാക്കി മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും പഴുതട